ഒരു രാജ്യത്തിൻ്റെ പോളിസി തീരുമാനിക്കേണ്ടത് ആരാണ്? പാർലമെൻറ്റാണോ സുപ്രീം കോടതിയാണോ? ഇതൊരു ബേസിക് ചോദ്യമാണ്. വാസ്തവത്തിൽ ബേസിക് നയം തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്, കോടതിയല്ല. ആ നയത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് സാധിക്കും. ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അതല്ലാതെ പാർലമെൻറ്റിൻ്റെ ഫങ്ഷനെ എപ്പോഴും ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമല്ല കോടതി. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കോടതിയിൽ പോകുന്നത് അനുവദിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. ഞാനിതിപ്പോൾ പറയാൻ കാര്യം, ഈ പ്രശാന്ത് ഭൂഷൺ, അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ സീനിയർ വക്കീലാണ് സുപ്രീം കോടതിയിൽ. ഈ മനുഷ്യൻ പെറ്റീഷൻ കൊണ്ട് സുപ്രീം കോടതിയെ ശ്വാസം മുട്ടിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഈ മനുഷ്യനാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേടാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടന്നിരുന്നു. സുപ്രീം കോടതിയിൽ വലിയ വാദവും തർക്കവും നടന്നു. ഇപ്പോൾ എവിടെ ആ കേസ്? ആ കേസിൻ്റെ വാദവുമില്ല, വിധിയുമില്ല. എന്തായിരുന്നു പിന്നെ ഇങ്ങർക്ക് സൂക്കേട്? ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഇങ്ങനെ EVM കൊണ്ടിറങ്ങും. ഒരു സാധ്യത, നരേന്ദ്രമോദി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ EVM മോശം, അതില്ലെങ്കിൽ EVM നല്ലത്. അല്ലെങ്കിൽ ഈ EVM കേസ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? 2019 മഹുവ മൈത്ര ഫയൽ ചെയ്ത കേസാണ്. അതിൽ 33 കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, വഴിയെ പോകുന്നവനെല്ലാം കൂടെ അതിൽ കക്ഷി ചേർന്നങ്ങ് കൊഴിപ്പിക്കുകയായിരുന്നല്ലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേടാണെന്ന്. തെരഞ്ഞെടുപ്പ് വന്ന് 10 സീറ്റ് മോദിക്ക് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പരാതി തീർന്നു. ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം, പുതിയൊരു ഹർജിയുമായിട്ട് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഓർഡിനൻസ് ഫാക്ടറികളുണ്ടല്ലോ, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഓർഡിനൻസ് ഫാക്ടറി, ആയുധമുണ്ടാക്കുന്ന ഫാക്ടറികൾ. ഈ ആയുധമുണ്ടാക്കുന്ന ഫാക്ടറികൾ കോൺഗ്രസ് സർക്കാർ കാലാകാലങ്ങളായിട്ടാണ് ഈ പൊതുമേഖലയിൽ ഒരു വെള്ളാനയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു തോക്കിൻ്റെ ഉണ്ടാക്കണം. അല്ലേ? ശരി, നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഉണ്ടയുടെ ഡിസൈൻ അത് ആസ്ട്രേലിയയിൽ നിന്ന് എടുക്കണോ അമേരിക്കയിൽ നിന്ന് എടുക്കണോ? ഇവിടെ ഉള്ളവർക്ക് ഉണ്ടംപുരി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഈ രീതിയിൽ എഴഞ്ഞു മറിഞ്ഞ് കിടന്നിരുന്ന ഈ സാധനങ്ങളെ മോദി ഒരു കമ്പനിയാക്കി മാറ്റി. മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കമ്പനിയാക്കി മാറ്റി. MDമാരെ നിയോഗിച്ചു. അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി, കണക്ക് കൊണ്ടുപോകാൻ, ശമ്പളം വാങ്ങിയാൽ പോരാ, ജോലിയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാം ഒന്ന് സ്ട്രീം ലൈനായി പടയെന്ന് കാര്യങ്ങളങ്ങ് തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടായി. ഭാരതം എന്ത് ചെയ്തു? ആയുധം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ റഫാൽ വിമാനം വാങ്ങിച്ചു, അതൊക്കെ വാങ്ങിച്ചു. ബട്ട് നെറ്റ് റിസൾട്ട് ഇന്ത്യ ആയുധം എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് കണക്കിൽ. പൈസ നോക്കിക്കഴിഞ്ഞാൽ മിസൈൽ ആയിക്കോട്ടെ, വെടിയുണ്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിമാനമായിക്കോട്ടെ, വിമാനമൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. ബട്ട് ടോട്ടൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാച്ച് ചെയ്യുമ്പോൾ എക്സ്പോർട്ടാണ് നമ്മളുടെ കൂടുതൽ ഇന്ത്യയിൽ നിന്ന്. മണി വൈസ് തുക കൂടുതൽ എക്സ്പോർട്ടാണ്. ഐറ്റം എന്ത് വാങ്ങിക്കോട്ടെ, ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് രാജ്നാഥ് സിംഗ് അമേരിക്കയിൽ പോയിട്ട് റെസിപ്രോക്കൽ ഡിഫൻസ് പർച്ചേസ് എന്ന കരാർ ഒപ്പിട്ടത്. എന്താ റെസിപ്രോക്കൽ ഡിഫൻസ് കരാർ? ഞാൻ നിൻ്റെ നിന്നും വാങ്ങും, നീ എൻ്റെ നിന്നും വാങ്ങും എന്ന് പറഞ്ഞ് നിയമപരമായ കരാറാണ്. ഈ കരാർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർനാഷണൽ കോടതിയിൽ ചോദ്യം ചെയ്യാം നമുക്ക്. ആ കോടതിക്ക് പല്ലുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. എന്നാലും ഒരു കേസാക്കാം. മറ്റ് സാധാരണ കരാറുകൾ ചിലപ്പോൾ പാസ്സായില്ല എന്നൊക്കെ വരും. ആരും മൈൻഡ് ചെയ്യാതൊക്കെ പോയി എത്രയോ കരാറുകൾ ഒപ്പിടാറുണ്ട്. ഇത് നമ്മളുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പെട്ടെന്ന് അമേരിക്കയിൽ പോയിട്ട് 4 ദിവസം അദ്ദേഹം താമസിച്ച് ഈ കരാറുകൾ ഒപ്പിട്ടു. 3 കരാർ ഒപ്പിട്ടു. ഇത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കരാറ് ഈ റെസിപ്രോക്കൽ ഡിഫൻസ് പർച്ചേസ്, അമേരിക്ക നമ്മുടെ നിന്ന് ആയുധം വാങ്ങും, നമ്മൾ അമേരിക്കയിൽ നിന്നും വാങ്ങും. രണ്ടാമത്തത് പട്ടാളക്കാരെ, മിഡിൽ ലെവൽ പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോയ് ചെയ്യും. ഒരു യുദ്ധമോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ശീലം വേണ്ടേ? ആ ശീലം
ഈ കരയ്ക്കിരുന്ന് നീന്തൽ പഠിക്കുന്ന പോലെ പട്ടാളം പോരല്ലോ, വെള്ളത്തിലിറങ്ങി തന്നെ നീന്തൽ പഠിക്കണം. അതുകൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അമേരിക്കൻ പട്ടാളത്തിലും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഈ പട്ടാളമായിട്ട് വർക്ക് ചെയ്ത് അത് ശീലമാകും. അപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. ഈ ഒരു കരാറ്. പിന്നെ സപ്ലൈ ചെയിൻ സംരക്ഷിക്കാം എന്നുള്ള കരാറ്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ പലവിധ സാധനങ്ങൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ട് കൂട്ടിച്ചേർത്തൊക്കെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. ആയുധം മാത്രമല്ല, എല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വഴികളെയൊക്കെ ചേർത്തിട്ടാണ് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ആ സപ്ലൈ ചെയിൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇന്ത്യയിലേക്ക് വരാനുള്ളതിന് തടസ്സം വന്നാൽ അമേരിക്ക സഹായിക്കുമെന്നും നമ്മൾ അങ്ങോട്ട് സഹായിക്കുമെന്നും. ഈ കരാർ വലിയ സീരിയസ് കരാറല്ല. എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ഞാൻ സഹായിക്കാം, സമയത്ത് ആരും കാണില്ല കേട്ടോ. നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടിയൊക്കെ വരാറുണ്ട്. അമേരിക്ക ഒരു 10-20 രാജ്യങ്ങളുമായിട്ട് ഈ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതിന് വലിയ ഗൗരവം കൊടുക്കണ്ട. ബട്ട് മറ്റേ 2 കരാറുകൾ വളരെ ഗൗരവമായ കരാറുകളാണ്. ഇതൊക്കെ സംഭവിക്കാൻ കാര്യം എന്താ? അമേരിക്ക 2 യുദ്ധങ്ങളാണ് സ്പോൺസർ ചെയ്യുന്നത് പ്രധാനമായിട്ടിപ്പോൾ. ഇസ്രായേൽ യുദ്ധം, അതിൽ ഇസ്രായേലിനെ സഹായിക്കുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം, അതിൽ യുക്രൈനെ സഹായിക്കുന്നു. ഈ 2 സ്ഥലത്തേക്കും ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ആയുധം തീർന്നു വരുന്നു, ഏകദേശം തീർന്നു. അവർക്ക് സ്വന്തം ആവശ്യത്തിനുള്ള ആയുധമേ ഇപ്പോൾ ഉള്ളൂ. പുതിയ ആയുധം ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ സമയമെടുക്കില്ലേ? അപ്പോൾ ചില ആയുധങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് വാങ്ങും. ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുക്കുന്നു, ഇസ്രായേലിന് കൊടുക്കുന്നു, പലർക്കും കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ടർ ആയുധങ്ങളുടെ. വലിയ ആയുധമായിരിക്കില്ല, പക്ഷേ വെടിയുണ്ട, വെടിക്കോപ്പ്, റിവോൾവർ, അതുപോലൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ വേണമല്ലോ. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ മിസൈലും ആറ്റം ബോംബും മാത്രമല്ല, വേറെ ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? 65% നമ്മളുടെ ആയുധങ്ങൾ റഷ്യൻ നിർമ്മിതമാണ്. യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ റഷ്യൻ ആയുധങ്ങളുടെ ശക്തി പരീക്ഷിക്കപ്പെട്ടു. റഷ്യ വിചാരിച്ച പോലെ 4 ദിവസം കൊണ്ട് ഉക്രൈനെ അങ്ങ് വിഴുങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ട് വിഴുങ്ങാൻ പറ്റിയില്ല? യുക്രൈൻ ആയുധം കൊടുക്കുന്നത് യൂറോപ്പും അമേരിക്കയുമാണ്. അവരുടെ ആയുധങ്ങൾ സുപ്പീരിയറാണ്. റഷ്യൻ ആയുധങ്ങൾക്ക് അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പുടിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയത്. സെലൻസ്കി വെല്ലുവിളിക്കാൻ കാരണം അതാണ്. കാരണം കയ്യിലുള്ള ആയുധം സുപ്പീരിയർ ആണ് എന്ന് സെലൻസ്കിക്ക് അറിയാം. നമ്മൾ നോക്കിയപ്പോൾ എന്താ, എടാ റഷ്യയ്ക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താ? റഷ്യയുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി അല്ലെങ്കിൽ എഫിഷ്യൻസി അമേരിക്കൻ ആയുധങ്ങളുടെ അത്രയും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റഷ്യയോടുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കണം. 65% നമ്മുടെ ആയുധങ്ങളിൽ റഷ്യൻ ആയുധം, ബാക്കി 35 ബാക്കിയുള്ളവരുടെ ഉള്ളൂ. ഈ 65 താഴെ കൊണ്ടുവരണം. അതിന് എമർജൻസി ആയിട്ട് എന്ത് ചെയ്യണം? അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കണം. ഇതൊക്കെ ഈ ബാക്കി ബഹളമൊക്കെ നിൽക്കും. കമല ഹാരിസ്, മറ്റേ ഡൊണാൾഡ് ട്രംപ്, പുടിൻ, സെലൻസ്കി, അത് ഇത് ബഹളം. മോദി അവിടെ പോകുന്നു, അയാളെ കെട്ടിപ്പിടിക്കുന്നു, ഇവിടെ പോകുന്നു, അയാളെ കെട്ടിപ്പിടിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പുറകെ കൂടെ രാജ്നാഥ് സിംഗ് പോയിട്ട് ഈ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരുന്നു. ഇതൊക്കെ ഇൻ്റർനാഷണലി ചെയ്താലല്ലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇസ്രായേലിന് ആയുധം വേണം, നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഇസ്രായേലി ആയുധം ആരുടെ നെഞ്ചത്തേക്ക് ഇടുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്കതിൻ്റെ ബാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രശാന്ത് ഭൂഷണും വേറെ കുറേ മാന്യന്മാരും കൂടെ ഇത് തടയണം, ഇസ്രായേലിലേക്ക് ആയുധം കൊണ്ടുപോകുന്നത് തടയണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഇവരുടെ ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലി ആയുധം ഗാസയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധം നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ വിഷമം. അപ്പോൾ അതിന് ഇറങ്ങിയിരിക്കുന്ന എത്ര പേരാണെന്നറിയാമോ? അശോക് കുമാർ ശർമ്മ, അങ്ങേര് റിട്ടയേർഡ് സിവിൽ സർവൻ്റാണ്, ഡിപ്ലോമാറ്റാണ് പോലും. ദേവ് മുൽ, അയാളും പഴയ IFSകാരനാണ്. മീന ഗുപ്ത, അവരും IASകാരിയാണ്. അച്ചിൻ വനായക്, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ശുദ്ധ ഹിന്ദു വിരുദ്ധനായ ഒരു മനുഷ്യൻ, പ്രൊഫസറായിരുന്നു പോലും എവിടെയോ. ജീൻ ഡ്രേസ്, ഒരു ഫോറിനറും ഒക്കെ ഉണ്ട്, ഇരിക്കട്ടെ ഒരു ഗമയ്ക്ക്. പിന്നെ ഉള്ളത് തൊടൂർ മദാബുസി കൃഷ്ണ. ആരാന്നറിയാമോ? നമ്മളെ TM കൃഷ്ണ, കർണാടക സംഗീതത്തിൻ്റെ കലാനിധി. TM കൃഷ്ണ
കേസിന് പോയിരിക്കുക സുപ്രീം കോടതിയിൽ. എന്താ കേസ്? കർണാടക സംഗീതത്തിനും വല്ലതും സംഭവിച്ചതാണോ? അല്ല, ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് തടയണം. ഇതാണ് TM കൃഷ്ണയുടെ കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾക്ക് ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല. ത്യാഗരാജൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ TM കൃഷ്ണയ്ക്ക് ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഇപ്പം 4 പാട്ട് പാടി കമ്മ്യൂണിസ്റ്റുകാർ കേട്ട് കൈയടിച്ച് കാശൊക്കെ കിട്ടുന്നുണ്ടാകും. മോനെ, ഇതൊന്നും അധികകാലം നിൽക്കില്ല. എന്നെക്കാൾ പ്രായം വളരെ കുറവാണ് TM കൃഷ്ണയ്ക്ക്. അതുകൊണ്ടാണ് മോനെ എന്ന് വിളിച്ചത്. കേസ് കൊടുത്ത് നടക്കുന്നു. ഹർഷ് മന്ദേർ, അറിയപ്പെടുന്ന മോദി വിരോധി, വേറെ ഒന്നും പറയണ്ടില്ല. പിന്നെ വിജയൻ മൂലത്ര ജോസഫ്, കേട്ടിട്ട് ഒരു മലയാളിക്കുടെ ഒരു സ്മെല്ലുണ്ട്. പുള്ളി വലിയ പോളിസി അനലിസ്റ്റാണ് പോലും. പിന്നെ ഉണ്ട് 2-3 പേര്, ഫെറോസ്, മിഠി ബൊറുവാല, പ്രാകൃതി. ഇതൊക്കെ ഈ ഗാങ്ങാണ് കംപ്ലീറ്റ്. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കൈകളാണ് മുഴുവൻ. ഇവരൊക്കെ കൂടെ സുപ്രീം കോടതിയിൽ പോയി അവർ പറയുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അങ്ങനൊരു പല്ലില്ലാത്ത സ്ഥാപനമുണ്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അവിടെ ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന് പറഞ്ഞിട്ട് ഗാന ഒരു കേസ് കൊടുത്തു. മനസ്സിലായി? ഗസയല്ല കൊടുത്തിരിക്കുന്നത്, പാലസ്തീനുമല്ല കൊടുത്തിരിക്കുന്നത്, ഗാനയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് ഇസ്രായേൽ മൈൻഡ് ചെയ്തില്ല. ഞാനാണ് അവിടെ പോകുന്നത്, നീ എന്താണെന്ന് വെച്ചാൽ വിധിച്ചു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വിട്ടു. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് അത്രയ്ക്കൊക്കെ ഇതേ ഉള്ളൂ, അത് എൻഫോഴ്സിയബിൾ അല്ല. ബട്ട് നിങ്ങൾ ഒരു സീരിയസ് കാര്യം കൊണ്ടുപോയി എന്ന് വെച്ചു, റിയലി 2 പേര് തമ്മിൽ, ഞാനതാ പറഞ്ഞത് നേരത്തെ പറഞ്ഞ RDP കരാർ. RDP കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കോർട്ടിൽ 2 പേരും പാർട്ടിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ നടത്തുന്നതിൽ അത് ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ ഹമാസ് എന്ന ഭീകരവാദികളെയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമേ അല്ല, ഗാനയ്ക്കും കീനയ്ക്കും ഒന്നും ഇതിനകത്തൊരു കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്കില്ല. ന്യായമല്ലേ അവർ പറയുന്നത്? എടാ, നമ്മുടെ ഇവിടെ ലഷ്കർ-ഇ തയ്യബ ഇറങ്ങി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഇറങ്ങി എന്തെങ്കിലും തെമ്മാടിത്തരം കഴിഞ്ഞ് നമ്മുടെ പോലീസ് പിടിച്ചടിക്കും. ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ കോടതി ഇപ്പോൾ അവനുമായിട്ട് ചർച്ച ചെയ്ത് എന്ത് ന്യായം? ഇതിനെ അനുകൂലിക്കുന്നവരാണ് ഈ കൂട്ടാളികൾ മുഴുവൻ. ഇതിവർക്ക് അറിഞ്ഞുകൊണ്ടായിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തീവ്ര ഇസ്ലാമിനെ കൂട്ടുനിൽക്കുകയാണ് ഈ മഹാഭാവികൾ. അവർ പറയുന്നു ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സീസ് ഫയർ നടത്തണമെന്ന് പറഞ്ഞു, ഇസ്രായേൽ കേട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യണം? ഇൻ്റർനാഷണൽ കോർട്ട് പറയുന്നത് ഇസ്രായേൽ കേൾക്കുന്നില്ലെങ്കിൽ കേൾപ്പിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇന്ത്യ എന്ത് വേണം? ഇന്ത്യ അവർക്ക് ആയുധം കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇതെന്ത് പണ്ടാരം? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നത് ഇസ്രായേൽ കേൾക്കുന്നില്ല, അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കുന്നില്ല, സൗദി അറേബ്യ പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കുന്നില്ല. ഇല്ലായിരിക്കാം, പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടോ? ഇന്ത്യയോട് പലരും ആജ്ഞാപിക്കാറില്ലേ? നമ്മളത് കേട്ടിട്ടാണോ ജീവിക്കുന്നത്? അത് ആജ്ഞാപിച്ചില്ല, അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഗോതമ്പ് വാങ്ങില്ല, ഇന്ത്യയിലേക്ക് അരി കയറ്റി വേണ്ടെന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഇതെന്തൊരു പാട്! ഇൻ്റർനാഷണൽ റിലേഷൻസിൽ സുപ്രീം കോടതി ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കും? നാളെ സുപ്രീം കോടതിയിൽ ആൾക്കാർ ഹർജിക്ക് പോവില്ലേ? പരിപ്പ് കയറ്റുമതി തടയണം എന്ന് പറഞ്ഞാൽ ഹർജിക്ക് പോയി എന്ത് ചെയ്യും? ഞാൻ പറയാണ്, എനിക്കിവിടെ പരിപ്പിന് 110 രൂപയാണ് കിലോ വില. കയറ്റുമതി തടഞ്ഞു കഴിഞ്ഞാൽ അത് വെറും 20 രൂപയ്ക്ക് എനിക്ക് കിട്ടും. കയറ്റുമതിയേ ഇല്ല, പരിപ്പ് കയറ്റുമതി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന പരിപ്പ് മുഴുവൻ ഇവിടെ മനുഷ്യന് ശ്വാസം മുട്ടാൻ തുടങ്ങും. പരിപ്പ് കാരണം വഴി നടക്കാൻ മേല, പരിപ്പ് വെറുതെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് വെറുതെ കിട്ടേണ്ട ഒരു സാധനം ഈ നരേന്ദ്രമോദി എന്ന നരാധമൻ എക്സ്പോർട്ട് ചെയ്യുന്നു, അത് തടയണം. കേസല്ല. ഇങ്ങനെയൊക്കെ കേസ് എനിക്കറിയുന്നു. പക്ഷേ കാശിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കള്ളിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പെണ്ണിൻ്റെ പുറത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളിൽ ഈ മഹാഭാവികളൊക്കെ വീഴുന്നു. ആയിടുന്നോ? എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് സുപ്രീം കോടതിയിൽ കേസ് ചെലുത്തിയിരിക്കുന്നത്, അതും സുപ്രീം കോടതി അതിലത്ത് തോട്ടിക്കളയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ഏതായാലും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ അയക്കാൻ പാടില്ല. നമ്മളിപ്പോൾ 2-3 കപ്പൽ നിറച്ചങ്ങ് വിട്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക്. പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞു. ഇടയ്ക്ക് അതേ ചൊല്ലൊരു ബഹളമൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു തമാശ അറിയാമോ? ഈ ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങൾ ചെന്നൈ തുറമുഖത്ത് നിന്നാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അവിടെ CITU പറഞ്ഞു, ഞങ്ങളിത് കപ്പലിൽ കയറ്റുകയില്ല, ലോഡിങ് അൺലോഡിങ് തൊഴിലാളികൾ. നമ്മുടെ കേരളത്തിലൊക്കെ ഈ മനുഷ്യനെ അനങ്ങാൻ സമ്മതിക്കാതെ പൂട്ടിക്കളയുകയില്ല.
ഇതുപോലെ ചെന്നൈ പോർട്ടിൽ പൂട്ടിക്കഴിഞ്ഞപ്പോൾ BMSകാർ വന്നു. എന്താ പ്രശ്നം ചേട്ടാ? ഞങ്ങളിത് കയറ്റില്ല, ഇത് ഇസ്രായേലിന് പോകുന്ന ആയുധങ്ങളാണ്, ഈ പെട്ടിയൊന്നും ഞങ്ങൾ ചുമന്ന് കപ്പലിൽ കയറ്റുന്ന പ്രശ്നമില്ല. BMS പറഞ്ഞു, അതേ ഞങ്ങളിത് ചുമന്ന് കയറ്റാൻ പോവുക, കാരണം ഇന്ത്യക്ക് 10 പൈസ കിട്ടുന്ന ഏർപ്പാടാണ്. ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ഗാസയിൽ ഇടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തോട്ട് നമുക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. ഭാരതത്തിന് 10 പൈസ കിട്ടുന്ന എക്സ്പോർട്ട് തടയാൻ പറ്റില്ല, മാറാണെന്ന്. അവിടെ എണ്ണത്തിൽ കൂടുതൽ BMSആണ്. ഇവിടെയാണല്ലോ ഈ C-80 എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിക്കുന്നു. കേരളം വിട്ട് കഴിഞ്ഞാൽ പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇതിനെ. ആ BMSകാർ കയറ്റി. മാത്രമല്ല കുറേ അധികം സാധനങ്ങൾ ക്രെയിനിലല്ലേ ലോഡ് ചെയ്യുന്നത്. അല്ലാതെ ഇതെന്ത് ഈ നമ്മുടെ റേഷൻ കടയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ 2 ചാക്ക് ഗോതമ്പ് വരും, അത് തലയിലെടുത്തുകൊണ്ട് റേഷൻ കടയുടെ തിണ്ണയിൽ കൊണ്ടുപോയി ഇടണം. ഇതൊക്കെയാണ് ചുമട്ട് തൊഴിലാളികൾ ചെയ്യുന്നത്. ഇതുപോലെയാണോ പോർട്ടിൽ ഇവനെ ഈ പെട്ടി എടുത്ത് പൊക്കാൻ പറ്റില്ല. പക്ഷേ അവർ പണിമുടക്കി C-80. എന്നിട്ടും നടക്കാഞ്ഞിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കുന്നത്. C-80 വെച്ച് നടക്കുന്നില്ല, അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറഞ്ഞിട്ട് ജനീവ കൺവെൻഷൻ എല്ലായിടത്തും കേൾക്കാൻ. ജനീവ കൺവെൻഷൻ, ഈ ജനീവ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൺവെൻഷനിക്ക് മനുഷ്യരൊക്കെ ഒപ്പിടും, എല്ലാ രാജ്യങ്ങളും ഒക്കെ ഒപ്പിടും. നിങ്ങൾ ഓർക്കണില്ലേ, ഇംഗ്ലണ്ടിൻ്റെ ഫോക്ലാൻഡ് വാർ കുറേ വർഷം മുമ്പ് ഫോക്ലാൻഡ് എന്ന ദ്വീപിനെ ചൊല്ലി ഇംഗ്ലണ്ട് യുദ്ധം നടത്തി. അന്ന് 36 കൺവെൻഷനാണ് ആൾക്കാർ പോക്കി കാണിച്ചത്. ഇംഗ്ലണ്ടിൽ പോയി പണി നോക്കാൻ പറഞ്ഞു ഇംഗ്ലണ്ട്. ആ ദ്വീപ് ഞങ്ങളുടെയാണ്, കൺവെൻഷനൊക്കെ ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ കൺവെൻഷനൊക്കെ സെലൻസ്കി ഒപ്പിട്ടിട്ടുണ്ട്, പുടിൻ ഒപ്പിട്ടിട്ടുണ്ട്. അമേരിക്ക ഒപ്പിടാത്ത കൺവെൻഷനേ ഇല്ല. കാരണം ഈ കൺവെൻഷൻ ഉണ്ടാക്കുന്നത് തന്നെ അവരൊരു കൺവെൻഷൻ എഴുതി തയ്യാറാക്കി ഇതിനകത്ത് ഒപ്പിടുന്ന സർക്കുലേഷനാണിത്. ഒരാൾ ഒപ്പിട്ട് അടുത്ത ആളിന് കൊടുക്കും. എന്താ ചേട്ടാ ഇത്? അത് നമ്മൾ ആരോടും യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുള്ള സാധനമാണ്. ശരി, ഒപ്പിട്ട് കൊടുക്കും. ആരോടും യുദ്ധം ചെയ്തില്ല, ഇങ്ങോട്ടാരെങ്കിലും ആക്രമിച്ചാൽ പോലും ഞങ്ങളൊരക്ഷരം മിണ്ടില്ല, ഇങ്ങനെയൊക്കെ ഒപ്പിട്ട് വയ്ക്കും. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ? യുണൈറ്റഡ് നേഷൻസ് UN ജനറൽ അസംബ്ലി. എന്തൊരു രോമാഞ്ചജനകമായ പ്രസംഗങ്ങളാണ് ഇവിടെ നിന്നറിയാം. നരേന്ദ്രമോദി അടിച്ചങ്ങ് പൊളിച്ച് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രോമാഞ്ചം കൊണ്ട്, അതായത് ബുദ്ധൻ, മഹാത്മാഗാന്ധി, അശോകൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, സുബ്രഹ്മണ്യ ഭാരതി, പിന്നെ തമിഴിലെ പാട്ട്, തെലുങ്കിലെ പാട്ട്, കാശ്മീരി രാജ്യസ്നേഹഗാനം, മനുഷ്യസ്നേഹം തുളുമ്പി പണ്ടരടങ്ങിയ അവിടെയെല്ലാം ഈ പാലിങ്ങനെ പതഞ്ഞു വരുമല്ലോ, ഇതുപോലെ മനുഷ്യസ്നേഹം പതഞ്ഞു വരും നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ. ഇങ്ങനെ പതപ്പിക്കുന്ന ഒരു ചടങ്ങാണെന്ന് ഈ പതപ്പിക്കുന്ന നരേന്ദ്രമോദിക്കും അറിയാം, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ മിനിമം കോറം ഉണ്ടാവണമെന്നുണ്ട്. കൈയടിക്കാനായിട്ട് അവർ ചെവിയിൽ ഈ സാധനമൊക്കെ വയ്ക്കും. കൈയടിക്കേണ്ട സമയം കൃത്യം അതിൽ പറയും, എല്ലാവരും കൊടോ കൈയടിക്കും, സന്തോഷം പിരിയും. ഇതാണ് UN ജനറൽ അസംബ്ലി എന്നൊക്കെ പറയും. ഇതാർക്കും അറിഞ്ഞുകൂടാത്ത. പാകിസ്ഥാൻ ഇമ്രാൻഖാനൊക്കെ വന്നിട്ട് നരേന്ദ്രമോദി RSS ആണ് വലിയ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ യുണൈറ്റഡ് നേഷൻസിൽ RSS ആണ് കുഴപ്പമെന്ന് പ്രസംഗിച്ച മഹാനാണ് ഈ ഇമ്രാൻഖാൻ. അപ്പോഴും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? അതിൻ്റെ RSS ഇത് മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല, കാരണം ഇത് പ്രസംഗമാണല്ലോ, അത് നടന്നോട്ടെ. ഇതുപോലെ നമ്മൾ ഒരുപാട് കൺവെൻഷനിലൊക്കെ ഒപ്പിടും, എല്ലാ രാജ്യങ്ങളും ഒപ്പിടും. അതൊക്കെ ചിലപ്പോൾ പാലിക്കും, ചിലപ്പോൾ പാലിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ താല്പര്യമാണ് വലുത്. ഇവരും പറയുന്നതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യമാണ് വലുത്, കാരണം ഞങ്ങൾ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് തുട്ട് മേടിച്ചിരിക്കുന്നു, അതിനുള്ള ജോലി ഞങ്ങൾ ചെയ്യണ്ടേ. ഏറ്റവും വികൃതം എന്താണെന്നറിയാമോ ഇവർ പറയുന്നത്? Additionally, the PIL argues that these actions violate Article 21 of the Indian Constitution. അവിടെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഭരണഘടന വരുന്നത്. Article 21, which is available to non-citizens the right to life. Article 21 ജീവിക്കാനുള്ള അവകാശമാണ്, നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലുന്നത് എങ്ങനെയാണ്? ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിലുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഒരാളെ തൂക്കിക്കൊല്ലുന്നത് എങ്ങനെ? കാരണം ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, ബട്ട് ജീവൻ എടുക്കാനുള്ള അവകാശം സ്റ്റേറ്റിനുമുണ്ട്, നിയമപരമായ വഴിയിലൂടെ. ഇതാണ്
ആർട്ടിക്കിൾ 21 തന്നെ എഴുതിയിരിക്കുന്നത്. ഒരാളിൻ്റെ ജീവൻ സ്റ്റേറ്റ് എടുക്കാൻ പാടില്ല നിയമപരമായ വഴിയിലൂടെ അല്ലാതെ എന്നാണ്. നിയമപരമായ വഴിയിലൂടെ നിങ്ങളുടെ ജീവൻ എടുക്കാം, അങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നത്. ഇതിപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ പേഴ്സൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, സിറ്റിസൺ എന്നല്ല, പേഴ്സൺ. അപ്പോൾ പിന്നെ ഇവിടുത്തെ പൗരന്മാർക്കല്ല പുറത്തുള്ള പൗരന്മാർക്കും ഇത് ബാധകമാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചാണ് ഇത് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു. യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാനിയെ നമ്മൾ കൊല്ലാമോ? പാടില്ല. ഇവരുടെ വാദം അനുസരിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം അവൻ്റെ ഉണ്ടല്ലോ. അത് ഇന്ത്യക്കാരനെ എടുക്കാം. എങ്ങനെ എടുക്കാം? നിയമപരമായ വഴിയിലൂടെ, അല്ലാതെ വെറുതെ വിചാരണ കൂടാതെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരൻ കുറ്റക്കാരനാകും. ഇതാണ് ഈ പ്രഗത്ഭമതിയായ പ്രശാന്ത് ഭൂഷൻ്റെ വാദം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നാളെ പാകിസ്ഥാനുമായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യമായിട്ടോ ഇന്ത്യ യുദ്ധത്തിലായിക്കഴിഞ്ഞാൽ ഇതേ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ പോകും. യുദ്ധം നടത്താം, പക്ഷേ ആളെ കൊല്ലരുത്. കാരണം അവന് ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷനുണ്ട്. നിയമപരമായിട്ടേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണേൽ പിടിച്ചുകൊണ്ട് വന്ന് വിചാരണ ചെയ്ത് അത് കഴിഞ്ഞിട്ട് തൂക്കിക്കൊല്ലാം, അല്ലാതെ നേരെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നിയമപരമായ വഴിയിലൂടെ മാത്രമേ ഒരാളിൻ്റെ ജീവൻ എടുക്കാവൂ എന്നാണ്. നേരെ വെടിവെച്ച് കൊല്ലുന്നത് നിയമപരമാണോ? വിചാരണ നടന്നോ? സാക്ഷികളാരാ? അതുകൊണ്ട് പാകിസ്ഥാനികളെയോ ചൈനക്കാരെയോ ഏതെങ്കിലും നമ്മുടെ ശത്രുവിനെയാണെങ്കിലും നമ്മൾ കൊല്ലാൻ പാടില്ല. അവരെ പിടിച്ചുകൊണ്ട് വന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യാം, ജയിലിലിട്ട് ശാപ്പാട് കൊടുക്കാം. ഇതൊക്കെയാണ് പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന, വാസ്തവത്തിൽ ഒരു ലീഗൽ തെമ്മാടി എന്നൊരു വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ആ സാധനമാണ് പ്രശാന്ത് ഭൂഷൺ. എന്തൊരു കഷ്ടം! എന്നിട്ട് കോടതിയിൽ ഒരു നാണവുമില്ലാതെ ഇത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു എയ്ഡിങ് ആൻഡ് അബറ്റിങ് ദ ഡെത്ത്സ് ഓഫ് പാലസ്തീനിയൻസ്. ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എയ്ഡിങ് ആൻഡ് അബറ്റിങ്. ക്രിമിനൽ കേസിലുണ്ടല്ലോ, സഹായിക്കൽ, ഒത്താശ ചെയ്യൽ, ഇതാണ് എയ്ഡിങ് അബറ്റിങ്. അപ്പോൾ അവരെ സഹായിക്കുന്നു, ഒത്താശ ചെയ്യുന്നു. എന്തിന്? ഇസ്രായേലിൻ്റെ കൊലപാതകത്തിന് സഹായവും ഒത്താശയും ചെയ്യുന്നു ഭാരതം. അപ്പോൾ അബറ്റിങ് ഒരു ക്രിമിനൽ കേസാണ്, ക്രിമിനൽ കുറ്റമാണ്. അതായത് ഒരുത്തൻ കുത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കത്തി എടുത്ത് കയ്യിൽ കൊടുക്കുക, അതെടുത്തിട്ട് അവൻ കുത്തും. അബറ്റിങ്. നിങ്ങൾക്ക് ശിക്ഷ കിട്ടും ഈ കത്തി എടുത്ത് കൊടുത്തതിന്. കാരണം അവനിങ്ങനെ പരുത് കാണുന്ന ദേഷ്യം കൊണ്ട് കത്തി കാണുന്നില്ല. നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് കത്തിയോ ചുറ്റികയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, ഇത് എടുത്തിട്ട് അവൻ തട്ടത് മറ്റവൻ ചത്തുപോകുന്നു. നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അബറ്റിങ്. ഇതുപോലെ ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആയുധം കൊടുക്കുന്നു, നമ്മൾ അബറ്റ് ചെയ്യുന്നു, നമ്മൾ കുറ്റക്കാരാണ്. ആ കുറ്റം തടയണം. ഇതാണ് പ്രശാന്ത് ഭൂഷൻ്റെ ആവശ്യം. ഇത് തടഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നത്, ഈ തീരുമാനമെടുത്ത നരേന്ദ്രമോദി അടങ്ങുന്ന ക്യാബിനറ്റ് ഉണ്ടല്ലോ, നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അർജുൻ റാം മേഘ്വാൾ, ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ട് ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടയ്ക്കണം. എന്തിന്? കൊലപാതകത്തെ അബറ്റ് ചെയ്തതിന്, സഹായിച്ചതിന്. എങ്ങനെ സഹായിച്ചു? ഇവിടുന്ന് ഇസ്രായേലിന് ആയുധം കൊടുത്തു, ഇസ്രായേൽ വെറുപിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ കത്തി കൊടുത്തു, ആ കത്തി വെച്ചിട്ട് നിഷ്കളങ്കരായ പാവങ്ങളായ പാലസ്തീനികളെ അവർ കൊന്നു. പാലസ്തീൻ ആണുങ്ങളെയോ മാത്രമല്ല, പെണ്ണുങ്ങളെ, സ്ത്രീകളെ, ഗർഭിണികളെ, കുട്ടികളെ ഒക്കെ കൊന്നുകളഞ്ഞു. ആ കുറ്റത്തിന് ഇവർക്ക് തൂക്കുശിക്ഷ വിധിക്കണം. ഇതാവും അടുത്ത. എന്ത് വെള്ളരിക്കപ്പെട്ടണമെന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ സീനിയർ വക്കീലാണ് പ്രശാന്ത് ഭൂഷൺ, നിസ്സാരക്കാരനൊന്നുമല്ല. ഇവരൊക്കെ കാശ് കൊടുത്ത് വിലക്കെടുത്തിരിക്കുകയാണ് റാഡിക്കൽ ഇസ്ലാം. ഇവർ ഇതും ഇതിലപ്പുറവും ചെയ്യും. ഈ നാടിന് തീ വയ്ക്കാൻ പോലും ഭരണഘടനയിൽ ന്യായം കണ്ടുപിടിക്കുന്ന ടീമാണ് ഈ പറഞ്ഞ ആൾക്കാർ. അവർ പ്രശാന്ത് ഭൂഷണെ വക്കീലാക്കിക്കൊണ്ട് നടത്തുന്ന യുദ്ധത്തിൻ്റെ തുടക്കമാണ് ഞാൻ ഈ നിങ്ങളെ അറിയിച്ച കാര്യം. താങ്ക് യു.